ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഗ്രോസറി വ്ളോഗാണ്. സോ നമ്മളിപ്പോൾ വീക്കെൻഡാണ്, സൺഡേ ആണ്. നമ്മൾ ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതാണ്. സോ നമുക്ക് പോയിട്ട് നമ്മുടെ ഗ്രോസറി സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച വാങ്ങിയത്, അതിൻ്റെ പ്രൈസ് എന്താണ്, കാരണം ഇൻഫ്ലേഷൻ റേറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് പുതിയതായിട്ട് നാട്ടിൽ നിന്നൊക്കെ വരാൻ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് ഏകദേശം ഒരു ആർഭാടായിട്ടല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഒരു വീക്കിലേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എത്ര റേറ്റ് വരും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഗ്രോസറിയുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. ഞാനത് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങിയ ഐറ്റംസും അതിൻ്റെ കനേഡിയൻ ഡോളേഴ്സിലുള്ള പ്രൈസും ഓൾമോസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് ഇന്ത്യൻ റുപ്പിയിലുള്ള പ്രൈസും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. വരുന്നവർക്ക് ഇപ്പം ബേസിക്കലി ഇത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ സാലറി കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് എങ്ങനെ നമ്മുടെ വീക്ക്ലി പ്ലാനിങ് ഒക്കെ നമുക്ക് നടത്താം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അധികം സമയത്ത് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളിത് പോയി വന്നതിൻ്റെ നമ്മുടെ ട്രോളി ഉണ്ട്. ഇത് കാണുമെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ട്രോളി ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടി ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്യാരി ഫോർവേഡ് ഇത് കൊണ്ടുവരാൻ എളുപ്പത്തിനാണ്. അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്ട്രോബെറീസ് ആണ്. സ്ട്രോബെറീസ് എടുത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ടായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആണ് ഈ വീക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഓട്സിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് ആവാനായിട്ട് നമുക്ക് സ്ട്രോബെറീസ് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞാണോ സ്ട്രോബെറി ബില്ലിൻ്റെ ഇതിൽ. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു $3.97, അതായത് അറൗണ്ട് $4 നമുക്ക് പറയാം. $4 $4 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു × 60 ചെയ്ത് കഴിഞ്ഞാൽ 240 രൂപ ആ ഒരു റേറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇനി നമ്മൾ ബ്രെഡിന് പകരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയെടുക്കും. ചിലപ്പോൾ ബ്രെഡാവും, ചിലപ്പോൾ ബേഗലാവും. അപ്പോൾ ഈ വീക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പിസ്സ ബ്രെഡാണ്. പിസ്സ ബ്രെഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് $1.5 ആയിരിക്കും ഒരു ഇതിനകത്ത് വരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ആഴ്ചത്തെ ഡിന്നറൊക്കെ നമ്മളിങ്ങനെ ഫ്രാപ്പ് പോലെയൊക്കെ ഉണ്ടാക്കും, ഷാർമ പോലെയൊക്കെ ഉണ്ടാക്കും. നല്ലതാണത് ആക്ച്വലി. സോ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇത് നമ്മുടെ സേമിയാണ്. സേമിയ വന്നിട്ട് $2.50 ആയിരുന്നു. അറൗണ്ട് 800 grams, അതായത് 1.7 LB ഉണ്ടായിരുന്നു. അപ്പം 800 grams-ന് $2.50 ആണ്. × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൈസ് അറിയാൻ പറ്റും ഓൾമോസ്റ്റ്. ഇതും സെയിൽ ഉണ്ടായിരുന്നു, ഐ മീൻ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സെയിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പം ആക്ച്വൽ പ്രൈസ് നിന്ന് $1 ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട് കുറച്ച്. ഇത് തക്കാളി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് LBക്ക് 99 cents ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് റഫ്ലി $1 നമുക്ക് കൂട്ടാൻ. 99 cents എന്ന് പറയുമ്പം അതായത് ഒരു LB ½ kgക്ക് 60 rupees ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഒരാഴ്ചത്തേക്കുള്ള ഒരു 1.5 കിലോ അല്ലെങ്കിൽ അത്രയാണ് നമുക്ക് അത്ര ആവശ്യം വരുന്നുള്ളൂ. 2 പേരാണ്. അപ്പോൾ നമ്മൾ ആ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ അധികം റേറ്റ് ഇല്ല. ഇത്ര എടുക്കുമ്പോൾ എത്ര നമുക്കൊരു $1 താഴെ എന്തോ ആയിട്ടുള്ളൂ. ഈ ഒരു ഇത് നമുക്കിത് ധാരാളം ഉണ്ട്. 2-3 ആഴ്ചക്ക് എന്തായാലും നമ്മൾ അത്ര ഫ്രഷ്ലി ഉണ്ടാക്കുന്നത്. ഞാൻ പേസ്റ്റ് എടുക്കാറുണ്ട് ഞാൻ, പക്ഷെ ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. പിന്നെ ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ്. ഇത് വന്നിട്ട് 830 grams ആണ് ഇതുള്ളത്. ബോൺലെസ് ചിക്കൻ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇതിനൊരു ഓഫർ ഉണ്ടായിരുന്നു. വേണ്ട 2 എണ്ണം എടുത്താൽ 22 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഒരെണ്ണം എടുത്തുള്ളൂ, കാരണം ഒന്ന് മതിയാവും ഈ വീക്കിലോട്ട്. അപ്പോൾ $14 ആണ് വരുന്നത്. അതായത് 800 gram ചിക്കന് $14. അപ്പം നമുക്ക് കൂട്ടാം എത്രയാണ് അതിൻ്റെ എന്നുള്ളത്. അതായത് $10 ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് 600 ആയി. ബാക്കി നമുക്ക് അതനുസരിച്ചിട്ട് ടാലി ആക്കാവുന്നതാണ്. അപ്പം ഇതാണ് ചിക്കൻ്റെ റേറ്റ്. ഇത് ബോൺലെസ് ആയതുകൊണ്ടാണ്. ഫുൾ ചിക്കൻ ആണെങ്കിൽ ഒരു ഫുൾ കോഴി അറൗണ്ട് $14 ഒക്കെ ഉണ്ടാവും വിത്ത് സ്കിൻ. അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ നിൽക്കണം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ബോൺലെസ് എടുക്കാം. ഇവിടെ പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനും ബോൺലെസ് ചിക്കനാണ് നല്ലത്. പിന്നെ നമ്മൾ ഓറഞ്ചസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഓറഞ്ചസ് ആണിത്. നല്ല ഓറഞ്ച് കിട്ടുന്നുണ്ടോ ഇവിടെ? അത്യാവശ്യം നല്ല ഓറഞ്ച് കിട്ടും. സീസൺ ആയി കഴിഞ്ഞാൽ നല്ല മധുരമുള്ളതായിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഒരു എത്ര LB ആണ് എനിക്ക് തോന്നുന്നു 1 kg. അല്ലല്ല 1 kg 2 LB 1 kg ആണുള്ളത്. ഇതിനും $2.5 എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീസൺ ആയാലും ഇതിന് പല പല വലുത് ചെറുത് റേറ്റ് കൂടുതലും കുറവിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിന്ന് ഇത് എടുത്തിട്ടുണ്ട്. ഇത് നാരങ്ങ, നമുക്ക് ലെമൺ
നമ്മുടെ എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നാരങ്ങ മാരിനേഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇതും $3 3.97, അതായത് അറൗണ്ട് $4 ഉണ്ടായിരുന്നു. ഇതൊരു 12B, യെസ് 12B ആണ്. വലിയ നാരങ്ങയാണ് കേട്ടോ, ഒരു 8 നാരങ്ങ ഉണ്ട് ഇതിനകത്ത്. ഇതും അറൗണ്ട് $4 ആണ് ആയത്. പിന്നെ പൊട്ടേറ്റോ ആണുള്ളത്. പൊട്ടേറ്റോ ഇത് വന്നിട്ട് 2.5 കിലോ ആണ്, 5 LB ആണുള്ളത്. ഇതിനും $5 ആണ്, $4.97 ആണ് വന്നിരിക്കുന്നത്. ഇതിന് ആക്ച്വലി ഇത്തിരി പ്രൈസ് കൂടുതലാണ്, പക്ഷേ ഇതിന് സെയിൽ ഉണ്ടാവാറുണ്ട്. സെയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് അറൗണ്ട് $1.5 പൊട്ടേറ്റോ വാൾമാർട്ടിലെ സെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സെയിലുള്ളപ്പോൾ എടുക്കാറുണ്ട്, പക്ഷെ ഇന്നത്തെ നമുക്ക് സെയിൽ ഉണ്ടായിരുന്നില്ല, നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇത് 2.5 കിലോ പൊട്ടേറ്റോ $5, 60 ചെയ്യാം, 300 രൂപ ഇതാണ് എത്ര വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എൻ്റെ പെട്ടി താഴെ പാലാണ്. ഇത് ഈ കാനഡയിൽ മറ്റേ ട്രോൾ വീഡിയോസിലൊക്കെ ആണല്ലോ 2%, 3% എന്നൊക്കെ പറഞ്ഞാൽ, അത് നമ്മുടെ ഇതിൻ്റെ കൊഴുപ്പാണ് ആക്ച്വലി കാണിക്കണേ. നമ്മൾ 2% ആണ് എടുക്കാറ്, നമുക്ക് ഓക്കെയാണ്. 3 എടുത്താൽ കുറച്ചുകൂടെ നല്ല. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ 3.25 ആണ് ഞാൻ എടുക്കാറ്. ഇത് 4 liters ആണ് പാല് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $7.56 ആണ്. അതായത് 4 ലിറ്റർ പാലിന് 7.56 അറൗണ്ട് പൈസയാണ് വരുന്നത്, ഡോളേഴ്സാണ് വരുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് നിൽക്കുന്നുണ്ടോ, 1.5 ആഴ്ചയോളം നമുക്ക് നിൽക്കും. എപ്പോഴും ഇപ്പം എല്ലാ വീക്കിലും പാലെടുത്താൽ ഇതിനകത്തുള്ള ഒരു പാക്കറ്റ് ഓൾമോസ്റ്റ് ബാലൻസ് വരും. അങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. നമുക്ക് താഴെ വയ്ക്കാം. പിന്നെയുള്ള ഐറ്റമാണ് നമ്മുടെ സവാള. ഇത് 1.5 കിലോ 1.5 kg ആണ് വരുന്നത്, ഓൾമോസ്റ്റ് റഫ്ലി 1.46 kgs, 3 LB ആണ് വരുന്നത്. ഇത് $1.97 ആണ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് വൈറ്റ് ഒനിയനാണ് ആക്ച്വലി. നമ്മുടെ മറ്റേ നല്ല നാട്ടിലത്തെ സവാള ഉണ്ടാകും, പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കഴിഞ്ഞ ആഴ്ച ആ സവാള എടുത്തപ്പോൾ ഈ ആഴ്ച ഇത് എടുത്തു. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ നാടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അതെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കുക്കിങ്ങിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതുണ്ട്. പിന്നെ ക്യാബേജ് ആണ് നമ്മൾ എടുത്തേക്കുന്ന വേറൊരു വെജിറ്റബിൾ. ഇത് ഒരു ക്യാബേജിന് ആക്ച്വലി $1.3 ഉണ്ടായിട്ടും. ഒന്നും സെയിലല്ല, ഓഫർ ഉണ്ടായിരുന്നു. ക്യാബേജ് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാബേജ് തോരൻ നമ്മൾ തേങ്ങ എടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്ന്. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇത് ഊഹം ശരിയാണെങ്കിൽ ഈ ബാഗിനുള്ളതെല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ സ്നാക്സ് ആയിട്ട് നമുക്ക് സ്നാക്സ് ആവശ്യമുണ്ടല്ലോ, കുക്കിംഗ് മാത്രമല്ല. അപ്പോൾ ഇത് ഒരു നല്ലതരം ചിപ്സാണ്. ഇവരിത് സ്നാക്സ് മാർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീപ്പ് ഫ്രൈഡ് അല്ലാത്തൊരു തരം എയർ ഫ്രൈഡ് അല്ലെങ്കിൽ ബേക്ക് ചിപ്സാണ്, നല്ലതാണ്. ഇത് അറൗണ്ട് ഒരു $2 സംതിങ് വരും. നമ്മൾ ആദ്യം ഇതൊക്കെ വാൾമാർട്ടല്ല ഡോളറാമേന്ന് എടുത്തിരുന്നത്. പിന്നെ മനസ്സിലായി ഡോളറാമയിൽ നിന്ന് എടുക്കുന്ന റേറ്റ് കുറവാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന്. നമ്മൾ ഡോളറാമയിൽ നിന്ന് ഫുഡ് ഐറ്റംസ് എടുക്കൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. പിന്നെ എടുത്തത് മഫിൻസ് ആണ്. എനിക്ക് ഈ ക്യാരറ്റ് മഫിൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് ഓഫീസിൽ പോകേണ്ട വീക്കാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇതിൻ്റെ ഒരു മഫിനാണ് കൊണ്ടുപോകാറ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പോയി കോഫി എടുത്തിട്ട് ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ഒരു മഫിന് $3.97, ആക്ച്വൽ പ്രൈസ് അറൗണ്ട് $5.97 ആണ്. പക്ഷേ ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു. $3.97 ആണ് വന്നിരിക്കുന്നത്. ഞാൻ $3.97 എന്ന് പറയുന്നത് $3.97. പിന്നെ നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്, വിങ്സ് എടുത്തിട്ടുണ്ട് വാൾമാർട്ടിൽ നിന്ന്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, $10 എന്തോ ആയി. അവിടെ ഉണ്ടാക്കുന്ന വിങ്സാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നല്ലതാണ്. പിന്നെ സമോസയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഒന്നേ എടുത്തോളൂ. ഇതൊരു $10 ആണ്. 500 ഗ്രാംസോളം വരുന്ന വിങ്സ്, കുക്ക്ഡ് വിങ്സ് ആണ്. ക്രിസ്പിയാണ്, നമുക്ക് നല്ല ടേസ്റ്റാണ്. സോ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇത് ചോക്ലേറ്റ്സ് ആണ്. ഇതെടുത്തതിന് ഞാൻ എന്താ നമ്മൾ ഇടികൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ബാറിന് 5 സാധാരണ വരുന്നത് $1.18 ആണ് ആക്ച്വലി വരാറ്.
ഇന്ന് $1 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തത്. നമ്മൾ ഫുള്ള് കഴിക്കില്ല, നമ്മളെടുത്ത് വയ്ക്കും എപ്പോഴെങ്കിലൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഗ്രേറ്റ് വാല്യൂവിൻ്റെ പല പല ഫ്ലേവേഴ്സിലുള്ളത് ഒരു ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പിന്നെ ഹേസൽനട്ട് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ഉണ്ട്, പിന്നെ ഇത് വേറെ ചോക്ലേറ്റ് ആൽമണ്ട് മിക്സ് വരുന്നുണ്ട്, ഇതും ഒരു കാരമൽ. ഓക്കെ, നേരത്തെ ഞാൻ കാണിച്ചത് ഹേസൽനട്ടും ഇത് കാരമലും ആയിരുന്നു. പിന്നെ ഇത് വീണ്ടും ഒരു വെറും മിൽക്ക് ചോക്ലേറ്റ്. ഇത് മിൽക്ക് ചോക്ലേറ്റ് പ്ലസ് ക്രിസ്പി റൈസോ അങ്ങനെ എന്താ പറയുക ഫ്ലേവർ. അപ്പോൾ 5 എടുത്തിട്ടുണ്ട്. $5 ഇതിന്. ഒരെണ്ണത്തിന് $1. പക്ഷേ ലാഭമാണ് ആക്ച്വലി. ഒരു ഫുൾ ബാറുണ്ട്. എപ്പോഴേലൊക്കെ കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീക്കിലേക്ക് വേണ്ട പച്ചക്കറി എന്ന് പറയാനായിട്ട് ഇപ്പം ക്യാബേജ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, തക്കാളിയും പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. ഇത്രയും എടുത്തപ്പോൾ തന്നെ അറൗണ്ട് $75 ആണ് വന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഗ്രോസറി പ്രൈസസിൻ്റെ ഒരു റേഞ്ച്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇന്ത്യൻ ഐറ്റംസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോഴ്സിൽ പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ പോകും. 1.97 ആണ് LBക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ റേറ്റ് വരാറ് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് വേറൊരു കടയിലായിരിക്കും, ചൈനീസ് സൂപ്പർ മാർക്കറ്റ്സിലായിരിക്കും കുറച്ചും കൂടെ നല്ല ഫിഷ് ഉണ്ടാവുക. ഫിഷ് എന്ന് പറയുമ്പം ടൈഗർ പ്രോൺസ് ഒക്കെ കിലോ $6 സംതിങ് ആണ് വരിക kgക്ക്, ക്ലീൻഡ് അല്ലാത്തത്. പിന്നെ നമ്മൾ ഈ എടുത്ത് കിളിമീൻ എടുത്തായിരുന്നു വരെ, അത് മാക്രേൽ എന്ന് പറഞ്ഞാണ് വിൽക്കുന്നത്. പക്ഷേ കിളിമീൻ എടുത്തായിരുന്നു അത് LB $9 ആണ്. നമ്മൾ 4 മീൻ എടുത്തത് തന്നെ 1 കിലോ ആവും. അപ്പോൾ തന്നെ നമുക്കൊരു $10 എടുത്ത് വരും. ഇതൊക്കെയാണ് റേറ്റ്. പിന്നെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ ചിക്കനൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമാവാത്ത, എനിക്കറിയില്ല. ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ സ്മെല്ലായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ എടുക്കാറില്ല അവിടുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ റേറ്റ്. ഇനി ഇത് കൂടാതെ അരിയുടെയൊക്കെ റേറ്റ് പറയുകയാണെങ്കിൽ അരിയൊക്കെ നമ്മളെപ്പോഴും ഇവിടെ ഒരു 5 kg അല്ലെങ്കിൽ ഒരു 10 kgയുടെ പാക്ക് ഉണ്ടാവുള്ളൂ. അതിൽ കുറവ് നമ്മൾ കണ്ടിട്ടില്ല. അതിന് വരുന്നത് ഇപ്പം നമ്മുടെ മട്ട അരി ആണെങ്കിൽ $25 ഒക്കെ ആയിരിക്കും ഒരു 5 kg അല്ലെങ്കിൽ ഒരു 7 kg ഒക്കെ വരുന്ന ചാക്ക് പോലെയുള്ള ഒരു ഇതിനകത്ത് ഉണ്ടാവാറ്. പിന്നെ ആട്ടയാണെങ്കിലും വലുതേ കിട്ടുള്ളൂ, ചെറുത് കിട്ടില്ല. ആശീർവാദിൻ്റെയൊക്കെ നമ്മുടെ 5 കിലോൻ്റെ ഒരു വലിയ ആട്ട ഉണ്ടാവും. $13 $14 ഒക്കെയാണ് വരാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റുകൾ. അപ്പോൾ കണ്ടാൽ എന്തായാലും ഇത് ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെ എടുക്കാൻ കാര്യങ്ങൾ എന്നുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ നമ്മൾ എടുക്കാറ് വാൾമാർട്ടാണ്, കാരണം അവിടെ ഓഫർ ഉണ്ടാവും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫ്ലയർ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഫിഷൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചൈനീസ് സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങളിവിടെ മോൺട്രിയാലിൽ എടുക്കാറ്. എനിക്കറിയില്ല ടൊറൻറ്റോയിലൊക്കെ എവിടെയാണ് കുറച്ചും കൂടെ നല്ല ഫിഷ് കിട്ടാണ്. പിന്നെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം. അവിടെ കുറച്ചും കൂടെ കത്തിയിരിക്കും, പക്ഷേ നമ്മുടെ സാധനങ്ങൾ കിട്ടും. പപ്പടവും നമ്മുടെ പഴവും എല്ലാം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്